BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ഇലന്തൂർ നരബലി കേസിൽ പ്രതികൾക്കെതിരെ ഏപ്രിൽ 1 കോടതി കുറ്റം ചുമത്തും. മുഹമ്മദ് ഷാഫി, ഭഗവൽ സിംഗ്, ലൈല എന്നിവർക്കെതിരെയാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതി കുറ്റം ചുമത്തുക. പ്രതികളുടെ വിടുതൽ ഹർജിയിലും കോടതി അന്ന് തന്നെ വിധി പറയും. വിടുതൽ ഹർജി തള്ളുകയാണെങ്കിൽ കുറ്റം ചുമത്തുന്നതിന് സാവകാശം വേണമെന്നും പ്രതിഭാഗം ആവശ്യപ്പെട്ടു. ഇക്കാര്യം കോടതി അംഗീകരിച്ചില്ല. ഇലന്തൂരിലെ ഭവൽ സിംഗിന്റെ വീടിന്റെ പരിസരത്ത് നിന്ന് നരബലിക്കിരയായ സ്ത്രീകളുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയതും പ്രതികളായ മുഹമ്മദ് ഷാഫി, ഭവൽ സിംഗ്, ഭാര്യ ലൈല എന്നിവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയതും 2022 ഒക്ടോബർ 11 സാമ്പത്തിക അഭിവൃദ്ധിക്കായി സ്ത്രീകളെ കൊലപ്പെടുത്തി ശരീരഭാഗങ്ങൾ ഭക്ഷിച്ചാൽ മതിയെന്ന് വിശ്വസിപ്പിച്ച് എറണാകുളം ഗാന്ധിനഗറിൽ വാടകയ്ക്ക് താമസിക്കുന്ന മുഹമ്മദ് ഷാഫി, തിരുമു ചികിത്സകനായ ഇലന്തൂരിലെ KV ഭഗൽ സിംഗ്, ഭാര്യ ലൈല എന്നിവരെ കൂടി ലോട്ടറി വിൽപ്പനക്കാരനായ കാലടി സ്വദേശി റോസ്ലിൻ, തമിഴ്നാട് സ്വദേശി പത്മം എന്നിവരെ ഇലന്തൂരിലെത്തിച്ച് കൊലപ്പെടുത്തി മൃതദേഹം കഷ്ണങ്ങളാക്കി കുഴിച്ചിട്ടെന്നാണ് കേസ്. കടവന്ത്ര പോലീസാണ് കേസ് അന്വേഷിക്കുന്നത്. കാണാതായ പത്മയെ തേടിയുള്ള അന്വേഷണത്തിൽ വാഹനം കണ്ടെത്താനുള്ള ശ്രമമാണ് കൊച്ചി കടവന്ത്ര പോലീസിനെ ഇലന്തൂരിലെത്തിച്ചത്. പ്രതികൾക്കെതിരെ സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ തെളിവുകളും ഉണ്ടെന്ന് ഹർജിയെ എതിർത്ത് പ്രോസിക്യൂഷൻ വ്യക്തമാക്കി. കുറ്റസമ്മത മൊഴി രേഖപ്പെടുത്തിയത് ഭീഷണിപ്പെടുത്തിയും ബലം പ്രയോഗിച്ചുമെന്നാണ് വിടുതൽ ഹർജിയിൽ പ്രതികളുടെ വാദം. ഇതല്ലാതെ കേസിൽ തങ്ങൾക്കെതിരെ യാതൊരു തെളിവുമില്ലെന്നും പ്രതികൾ കോടതിയിൽ വാദിച്ചിരുന്നു. മാലിന്യം നിറഞ്ഞ ഫോർട്ട് കൊച്ചി കടൽ തീരത്തെക്കുറിച്ചുള്ള വിദേശിയുടെ വീഡിയോ വിവാദമാകുന്നു. ഡെൻമാർക്കിൽ നിന്നെത്തിയ വിനോദസഞ്ചാരിയാണ് കടപ്പുറത്തെ മാലിന്യ കൂമ്പാരവും ശുചിത്വമില്ലായ്മയും അധികൃതരുടെ അവഗണനയും രൂക്ഷമായി വിമർശിച്ച വീഡിയോ ചിത്രീകരിച്ചത്. ഡർട്ടി ബീച്ച് ഇൻ ഇന്ത്യ എന്നാണ് 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോയുടെ വിഷയം. തനിക്ക് ഇത്രയും മോശമായ മറ്റൊരു ബീച്ച് കാണാൻ കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. എസ് റോഡിലൂടെ മദ്യലഹരിയിൽ ചേസിംഗ് നടത്തി ഗോവൻ യുവതിയെ കാറിടിച്ച് പരിക്കേൽപ്പിച്ച സംഭവത്തിൽ കാറോടിച്ചിരുന്ന തൃശൂർ പുന്നയൂർകുളം മണ്ടത്തോട് സ്വദേശി യാസറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർക്കെതിരെ കൂടുതൽ കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുമെന്നും പോലീസ് പറഞ്ഞു. കാർ ഓടിച്ചിരുന്ന യാസറിനെ ഇന്നലെ മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മുന്നിൽ പോയ ബൈക്ക് യാത്രികനെ പ്രതികാര ബുദ്ധിയോടെ ഇടിച്ചു വീഴ്ത്താൻ ശ്രമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. ഇതിനിടയിലാണ് ഗോവൻ യുവതിക്ക് പരിക്കേറ്റത്. ഡ്രൈവർ അപകടകരമായ രീതിയിൽ വാഹനം വെട്ടിച്ചു കയറ്റുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇതോടെയാണ് കൊലപാതക ശ്രമം അടക്കമുള്ള കൂടുതൽ ഗൗരവമുള്ള വകുപ്പുകൾ ചുമത്താനായി പോലീസ് നിയമോപദേശം തേടിയത്. ഓൾഡ് ഗോവ സ്വദേശി എസ്തേം ഫെറോവിന്റെ ഭാര്യ ജെയ്സൽ ഗോമസിനാണ് കാലിന് ഗുരുതരമായി പരിക്കേറ്റത്. ഇവരെ നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി. ഞായറാഴ്ച വൈകിട്ട് 3:30 SA റോഡിൽ കടവന്ത്ര മെട്രോ സ്റ്റേഷന് സമീപമാണ് സംഭവം. പള്ളിമുക്ക് സിഗ്നലിൽ വെച്ച് യാസറിനെ കാറിന് ബൈക്ക് യാത്രികൻ സൈഡ് നൽകാത്തതിനെ തുടർന്നുള്ള പ്രകോപനമാണ് കാർ ചേസിങ്ങിനും അപകടത്തിലും കലാശിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. അപകടത്തിൽ നിസാര പരിക്കേറ്റ ബൈക്ക് യാത്രികനെയും കാറിന് പിന്നാലെ മറ്റൊരു ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന ഇയാളുടെ സുഹൃത്തുക്കളായ 2 യുവാക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തി. കാലാവസ്ഥാ വ്യതിയാനത്തെ സംബന്ധിച്ച തീരദേശ മേഖലയിൽ ബോധവൽക്കരണവും കൊച്ചിക്ക് പൊതുവായ കർമ്മ പദ്ധതിയും വേണമെന്ന് CMFR ഡയറക്ടർ ഡോക്ടർ ഗ്രിസൺ ജോർജ് അഭിപ്രായപ്പെട്ടു. കൊച്ചി സർവകലാശാലയിൽ കാലാവസ്ഥാ വ്യതിയാനവും അതിജീവനവും എന്ന വിഷയത്തിൽ രാജ്യാന്തര സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കുസാറ്റിലെ അന്തരീക്ഷ പഠന വകുപ്പും റഡാർ കേന്ദ്രവും ഇന്ത്യൻ മീറ്റിയറോളജിക്കൽ സൊസൈറ്റിയും ചേർന്ന് സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ വൈസ് ചാൻസലർ ഡോക്ടർ M. ജുനൈദ് ബുഷിരി അധ്യക്ഷത വഹിച്ചു. ചെറുവയൽ K. രാമൻ, കൊച്ചിൻ ഷിപ്പ്യാർഡ് ചെയർമാൻ മധു S. നായർ, രജിസ്ട്രാർ ഡോക്ടർ AU അരുൺ, കെയർ ചെയർമാൻ ഡോക്ടർ S. അഭിലാഷ്, കൺവീനർ പ്രൊഫസർ K. സതീശൻ, ഡോക്ടർ MG മനോജ് എന്നിവർ പ്രസംഗിച്ചു. പറന്നു പോകാതിരിക്കാൻ ചിറക് മുറിച്ചെന്നാരോപിച്ച് ശിവരാത്രി മണപ്പുറത്തെ കൈനോട്ടക്കാരുടെ 5 തത്തകളെ SPCA പിടികൂടി. വനം വകുപ്പിന് കൈമാറി. അറസ്റ്റ് ഭയന്ന് കൈനോട്ടക്കാർ കൂടുകൾ ഉപേക്ഷിച്ചോടിപ്പോയി. ഷെഡ്യൂൾഡ് വിഭാഗത്തിൽപ്പെട്ട അലക്സാൻഡ്ര ഇനം തത്തകളെയാണ് പിടികൂടിയത്. 3 വർഷം തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഇതെന്ന് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ TK സജീവ് പറഞ്ഞു. തത്തകൾക്ക് വനംവകുപ്പിന്റെ കോടനാട് പക്ഷിസങ്കേതത്തിൽ ശുശ്രൂഷയും പരിചരണവും നൽകിയ ശേഷം സുഖമാകുമ്പോൾ വനത്തിൽ പറത്തിവിടും.
കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. മാരകായുധങ്ങളുമായി വീട്ടിൽ കയറി അച്ഛനെയും മകനെയും മർദ്ദിച്ചെന്ന പരാതിയിൽ 4 പേർ അറസ്റ്റിൽ. വൈപ്പിൻ സ്വദേശി ഉണ്ണികൃഷ്ണനെയും ഇളയ മകനെയും ഞായറാഴ്ച രാത്രി വീട്ടിൽ കയറി ആക്രമിച്ച സംഭവത്തിൽ ഞാറക്കൽ സ്വദേശികളായ ഫ്രാൻസിസ് റിഷാൻ, ശ്രീകുമാർ, കിരൺദാസ്, ശ്യാം പി ഡീൻ എന്നിവരെയാണ് മുളവുകാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഉണ്ണികൃഷ്ണന്റെ ഇളയ മകനും സംഘവുമായി ഉണ്ടായ തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് 4 പേർ ഞായറാഴ്ച രാത്രിയോടെ ഇവരുടെ വീട്ടിലെത്തിയത് എന്നാണ് പോലീസ് പറയുന്നത്. മകനെ അക്രമികൾ മർദ്ദിക്കുന്നത് കണ്ട് തടയാൻ ചെന്നപ്പോഴാണ് ഉണ്ണികൃഷ്ണനെയും സംഘം ആക്രമിച്ചത്. മാരകായുധങ്ങൾ ഉപയോഗിച്ച് തലയ്ക്ക് പിറകിൽ അടിച്ചും വായിൽ കുത്തിയുമാണ് പരിക്കേൽപ്പിച്ചത്. എന്നാൽ പ്രതികൾ ലഹരി ഉപയോഗിക്കുകയും വിൽപ്പന നടത്തുകയും ചെയ്യുന്നുണ്ടെന്ന വിവരം പോലീസിനെ അറിയിച്ചതിന്റെ പ്രതികാരമായാണ് ആക്രമണം ഉണ്ടായതെന്നാണ് ഉണ്ണികൃഷ്ണന്റെ ഇളയ മകൻ പറയുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.